മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഗുണനിലവാരമില്ലാത്ത പല ഉൽപ്പന്നങ്ങളിലും ഹാംഫുൾ കെമിക്കൽസ് അടങ്ങിയതിനാൽ നിങ്ങൾക്ക് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയായ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്ട്സുകളെല്ലാം മനുഷ്യ ശരീരത്തിനോ പ്രകൃതിക്കോ അപകടകരമല്ലാത്ത രീതിയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയോട് കൂടിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. വെസ്റ്റീജിന്റെ ഹോം ഹൈജീൻ കാറ്റഗറിയിൽ വരുന്ന ഹൈവെസ്റ്റ് റേഞ്ചിലെ ഏതാനും ചില ഉൽപ്പന്നങ്ങളുടെ ഡെമോ ആണ് പ്രസന്റ് ചെയ്യുന്നത്. ഹൈവെസ്റ്റ് അൾട്രാ വാഷ് ലിക്വിഡ് ഡിറ്റർജന്റ്. സാധാരണ നമുക്ക് മാർക്കറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഡിറ്റർജന്റ് പൗഡറുകളിൽ ഒരുപാട് ഹാംഫുൾ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അൾട്രാ വാഷ് ലിക്വിഡ് ഡിറ്റർജന്റ് ആണ്. ഇത് പരമാവധി കെമിക്കലുകളുടെ ഉപയോഗം കുറച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു ഡെമോയിലൂടെ മനസ്സിലാക്കാം. 2 ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുക്കുകയാണ്. ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ അൾട്രാ വാഷ് ആഡ് ചെയ്യുകയാണ്. ഇത് ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആവും. ഇനി അടുത്ത ഗ്ലാസ്സിലേക്ക് സാധാരണ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന ഒരു എക്സ് ബ്രാൻഡ് ഡിറ്റർജന്റ് പൗഡർ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇത് രണ്ടും നമ്മൾ മിക്സ് ചെയ്യുകയാണ്. ഡിറ്റർജൻറ്റ് പൗഡർ ആഡ് ചെയ്തത് നമ്മൾ എത്ര മിക്സ് ചെയ്താലും ഇതിൻ്റെ അടിയിൽ ആ ഒരു കാരം ഉണ്ടാവും. ഇത് നമ്മൾ എത്ര തന്നെ മിക്സ് ചെയ്താലും ഇതിൻ്റെ ഹാംഫുൾ ആയിട്ടുള്ള കാരങ്ങൾ ഇതിൻ്റെ അടിയിൽ അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത് നമ്മുടെ വസ്ത്രങ്ങളിൽ നിന്ന് എത്ര കഴുകി കളഞ്ഞാലും അത് പോകുന്നുണ്ടാവില്ല. ഇത് നമ്മൾ ധരിക്കുമ്പോൾ നമ്മുടെ വിയർപ്പിൻ്റെ കൂടെ നമ്മുടെ സ്കിൻ അത് അബ്സോർബ് ചെയ്യുകയും നമുക്ക് ഒരുപാട് മാരകമായിട്ടുള്ള സ്കിൻ പ്രോബ്ലംസിലേക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. എന്നാൽ അൾട്രാ വാഷ് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ആയതുകൊണ്ട് തന്നെ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. ഇതിൽ കെമിക്കൽസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായി നമുക്ക് 2 ഗ്ലാസ്സിലേക്കും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ആദ്യം നമ്മുടെ അൾട്രാ വാഷ് മിക്സ് ചെയ്തിട്ടുള്ള ഗ്ലാസ്സിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിറ്റർജൻറ്റ് പൗഡർ ആഡ് ചെയ്ത ഗ്ലാസ്സിലേക്കും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഇതിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. രണ്ടും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഡിറ്റർജൻറ്റ് പൗഡർ ആഡ് ചെയ്ത ഗ്ലാസ്സിൽ ഭയങ്കര റെഡിഷ് ആയിട്ട് ഉണ്ട്. അതേസമയം നമ്മുടെ അൾട്രാ വാഷ് ആഡ് ചെയ്ത ഗ്ലാസ്സിലാണെങ്കിൽ ടെർമറിക് മഞ്ഞൾപ്പൊടിയുടെ മഞ്ഞ കളർ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മഞ്ഞൾപ്പൊടി കെമിക്കൽസിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഡിറ്റർജൻറ്റ് പൗഡർ ആഡ് ചെയ്ത ഗ്ലാസ്സിൽ നമുക്ക് റെഡ് കളറിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. അതേസമയം നമ്മുടെ അൾട്രാ വാഷ് ആഡ് ചെയ്ത ഗ്ലാസ്സിലാകട്ടെ മഞ്ഞൾപ്പൊടിയുടെ എക്സാക്റ്റ് മഞ്ഞ നിറം മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കൺക്ലൂഷൻ എന്തെന്ന് വെച്ചാൽ അൾട്രാ വാഷ് നമ്മുടെ ശരീരത്തിനോ പ്രകൃതിക്കോ ഒരു തരത്തിലുമുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹാംഫുൾ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള ഡിറ്റർജൻറ്റ് പൗഡറുകൾ നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്നർ വിയേഴ്സ് എല്ലാം നമ്മുടെ ബോഡിയിൽ അത്രയ്ക്കും അറ്റാച്ച്ഡ് ആയി കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള സുഷിരങ്ങളിലൂടെ ഈ കെമിക്കൽസ് എല്ലാം ഇറങ്ങി ചെന്നിട്ട് നമുക്ക് മാരകമായിട്ടുള്ള സ്കിൻ പ്രോബ്ലംസിന് കാരണമാകാറുണ്ട്. അൾട്രാ വാഷിൽ കെമിക്കൽസിൻ്റെ അളവ് വളരെ കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിൻ്റെ ക്ലീനിങ് കപ്പാസിറ്റി അറിയാനായി നമുക്ക് മറ്റൊരു ഡെമോ കൂടി ചെയ്യാം. അതിനായി ഒരു ക്ലീൻ കർച്ചീഫ് എടുത്ത് നമ്മൾ പേന കൊണ്ട് വരയുകയാണ്. സാധാരണയായി നമ്മുടെ ഡ്രസ്സിലെല്ലാം പെന്നിൻ്റെ മഷിയാവുകയാണെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാറുണ്ടല്ലേ. ഇനി ഇത് നമുക്ക് അൾട്രാ വാഷ് ഉപയോഗിച്ച് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. ഇനി മഷിയായ ഭാഗത്ത് നമ്മൾ വെറും 2 ഡ്രോപ്പ് അൾട്രാ വാഷ് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയാണ്. ഇനി 3 മുതൽ 5 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കർച്ചീഫ് ഫുള്ളി ക്ലീൻ ആയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് നോക്കാം. 500 ml ബോട്ടിലാണ് നമുക്ക് വരുന്നത്. ഇത് 500 ലിറ്റർ വെള്ളത്തിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ യൂസേജ് പറയുകയാണെങ്കിൽ ഹൈ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ മെഷീൻ വാഷിനാണെങ്കിൽ 2 സ്പൂൺ അതായത് 10 ml അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അര ക്യാപ്പ് അൾട്രാ വാഷാണ് നമുക്ക് റെഗുലർ മുതൽ മീഡിയം ലോഡിൽ വരെ ഉപയോഗിക്കേണ്ടത്. അതേസമയം ഫുൾ ലോഡാണെന്നുണ്ടെങ്കിൽ 4 സ്പൂൺ അല്ലെങ്കിൽ ഒരു ക്യാപ്പ് അഥവാ 20 ml മാത്രമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതായി വരുന്നത്. അതേസമയം ബക്കറ്റ് വാഷ് ആണെങ്കിൽ 1 സ്പൂൺ അതായത് 5 ml നമുക്കൊരു ഹാഫ് ബക്കറ്റ് വെള്ളത്തിലേക്ക് യൂസ് ചെയ്യാം. അതായത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം നമുക്കിത് യൂസ് ചെയ്താൽ മതിയാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എക്കണോമിക്കലാണ്. ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയോട് കൂടി വരുന്ന ഒരു സൂപ്പർ ക്ലെൻസിങ് ഏജന്റ് ആണ് അൾട്രാ വാഷ്. അതുപോലെ തന്നെ നല്ല റിഫ്രഷിംഗ് ഫ്രാഗ്രൻസും നമുക്ക് ലഭിക്കുന്നുണ്ടാകും. നെക്സ്റ്റ്, ഹൈവെസ്റ്റ് അൾട്രാ സ്വാബ്. 99.9% ജേംസിനെ കില്ല് ചെയ്യാനായുള്ള പവർഫുൾ ആൻറ്റി മൈക്രോബിയൽ ആക്ഷനോട് കൂടിയിട്ടുള്ള ഒരു ഫ്ലോർ ക്ലീനിങ് സൊല്യൂഷനാണ് ഹൈവെസ്റ്റ് അൾട്രാ സ്വാബ്. ഹൈവെസ്റ്റ് അൾട്രാ സ്വാബിൻ്റെ ക്ലീനിങ് കപ്പാസിറ്റിയെ നമുക്ക് മാർക്കറ്റിൽ നിന്നുള്ള ഒരു എക്സ് ബ്രാൻഡുമായി കമ്പയർ ചെയ്യാവുന്നതാണ്. ഇതിനായി നമ്മൾ 2 ഗ്ലാസ്സിലേക്ക് വെള്ളം എടുക്കണം. ഇനി ഇതിലേക്ക് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഉജാല ആഡ് ചെയ്യുകയാണ്. സാധാരണ ഉജാല പോലെയുള്ള കറകൾ ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് മാർക്കറ്റിലെ തന്നെ ലീഡിംഗ് ബ്രാൻഡായ ഒരു ഫ്ലോർ ക്ലീനിങ് സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഏകദേശം നമ്മളൊരു ഹാഫ് കപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഹൈവെസ്റ്റ് അൾട്രാ സ്വാബ് ആഡ് ചെയ്യാം. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതിയാവും. വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതിയാവും. രണ്ട് ഗ്ലാസ്സിലേക്കും നമ്മൾ ഒരേ അളവിലാണ് സൊല്യൂഷൻസ് ആഡ് ചെയ്തത്. പക്ഷെ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും മാർക്കറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എക്സ് ബ്രാൻഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വെള്ളത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ അതേസമയം അൾട്രാ സ്വാബ് ഉപയോഗിച്ച വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ ഫുള്ളി അതിൻ്റെ കളറ് പോയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അൾട്രാ സ്വാബിൻ്റെ ക്ലീനിങ് കപ്പാസിറ്റിയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി ഇതിൻ്റെ എക്സൈറ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റ് സൊല്യൂഷനെ കൂടി ക്ലീൻ ആക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ അൾട്രാ സ്വാബിന് ഉണ്ട്. ഇനി ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ പവർഫുൾ ആൻറ്റി മൈക്രോബിയൽ ആക്ഷനുള്ള ഹൈവെസ്റ്റ് അൾട്രാ സ്വാബ് വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതിയാവും. ഇതിൻ്റെ യൂസേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4
ലിറ്റർ വെള്ളത്തിലേക്ക്, അതായത് 4 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് 2 സ്പൂൺ അഥവാ 10 ml മാത്രം യൂസ് ചെയ്താൽ മതിയാവും. അതുപോലെ കിച്ചൺ സർഫസിലാണെങ്കിലും ടഫ് സ്റ്റെയിൻസ് റിമൂവ് ചെയ്യാനാണെങ്കിലും നമുക്ക് അൺഡയല്യൂട്ടഡ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ഹൈവെസ്റ്റ് അൾട്രാ സ്ക്രബ്. അൾട്രാ ഡീഗ്രീസിംഗ് ഫോർമുലയോട് കൂടിയ ഹൈവെസ്റ്റ് അൾട്രാ സ്ക്രബ് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഒരു തരത്തിലുമുള്ള അലർജികളും ഉണ്ടാക്കുന്നില്ല, നമ്മുടെ കൈകൾക്ക് പൂർണ്ണ സുരക്ഷിതത്വം നൽകുന്നു. അതോടുകൂടെ തന്നെ പാത്രങ്ങളിലെ കഠിനമായ കറകളും ദുർഗന്ധവും അകറ്റാൻ ഹൈവെസ്റ്റ് അൾട്രാ സ്ക്രബ് സഹായിക്കുന്നു. ഹൈ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതിയാകും. ഇത് നമുക്ക് ഒരു ഡെമോയിലൂടെ മനസ്സിലാക്കാം. ഒരു ബൗളിലേക്ക് ജസ്റ്റ് 2 ഡ്രോപ്സ് മാത്രം നമുക്ക് അൾട്രാ സ്ക്രബ് ആഡ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇതൊരു സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് സ്ക്യൂസ് ചെയ്യാം. വെറും 2 ഡ്രോപ്പ് അൾട്രാ സ്ക്രബ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ബൗൾ നിറയെ ഫോം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെറും 2 ഡ്രോപ്പ് അൾട്രാ സ്ക്രബ് ഉപയോഗിച്ച് നമുക്ക് ഒരു ദിവസത്തെ പാത്രം മുഴുവൻ കഴുകാൻ സാധിക്കുന്നതാണ്. വെസ്റ്റീജ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോം ഹൈജീൻ കാറ്റഗറിയിൽ വരുന്ന ഹൈവെസ്റ്റ് അൾട്രാ സ്ക്രബ്, അൾട്രാ സ്വാബ്, അൾട്രാ വാഷ് എന്നിവയുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു. യൂസ് ദ പ്രോഡക്റ്റ് ആൻഡ് ഫീൽ ദ ഡിഫറൻസ്. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു.